യന്ത്രങ്ങൾ കടന്നു വരാത്ത ഒരു മേഖലയും നമ്മുടെ പ്രപഞ്ചത്തിലില്ല. ഇപ്പോഴുള്ളത് മെഷീനറി ഫെസ്റ്റിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മെഷീനറി ഫെസ്റ്റിൽ നിരവധി ആളുകളാണ് മെഷീനുകളെ പരിചയപ്പെടുവാൻ എത്തുന്നത്. യന്ത്രങ്ങൾ കടന്നുവരാത്ത മേഖലകൾ തീരെ ഇല്ലെന്നു തന്നെ പറയാം. യന്ത്രങ്ങളും അവയുടെ പ്രവർത്തനവും ഉപകാരവും പരിചയപ്പെടാൻ താൽപ്പര്യമുള്ളവർക്കായി അവസരമൊരുക്കിയിരിക്കുകയാണ് വ്യവസായ വാണിജ്യ വകുപ്പ്. കാക്കനാട് ഇൻഫ്രാ പാർക്ക് ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ സംഘടിപ്പിച്ച 7ാമത് മെഷീനറി എക്സ്പോയാണ് നടക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകളിലെയും ഹൈസ്കൂളുകളിലെയും വിദ്യാർത്ഥികളടക്കം കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ മേള കാണാനെത്തുന്നുണ്ട്. ഓരോ ദിവസവും മാറുന്ന ടെക്നോളജിക്ക് അനുസൃതമായി മെഷീനറി നിർമ്മാതാക്കൾ തന്നെ അവരുടെ പുതിയ ടെക്നോളജിയിലുള്ള മെഷീനറികളുടെ പ്രദർശനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ അതിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് സംരംഭകന് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നത്, അവരുമായി ടെക്നിക്കൽ കാര്യങ്ങൾ സംസാരിച്ച് അതിൻ്റെ വ്യക്തമായ ഒരു ധാരണയോടുകൂടി സംരംഭ ഐഡിയ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരം ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യ ഇടപെടലിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ മുതൽ AI സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ വരെ മേളയിലുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും മെഷീനറി നിർമ്മാതാക്കൾ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട്. തത്സമയമായി യന്ത്രങ്ങളുടെ ഡെമോകളും സാങ്കേതിക വികസനങ്ങളും നേരിട്ട് കാണാനുള്ള അവസരമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ കൺവെയർ ബെൽറ്റൊക്കെ ഉണ്ടായിരുന്നു, കുറേ എണ്ണയെ കാട്ടുന്ന മെഷീൻ കുറേയൊക്കെ ഉണ്ടായിരുന്നു, കുറേ നാച്ചുറൽ ഫുഡ് ഐറ്റംസ് അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഈ മേള പൊതുവെ കേരളത്തിലെ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഒട്ടനവധിയായിട്ടുള്ള പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മെഷീനറീസുകളെല്ലാം നമ്മളെ കൂട്ടുള്ള സാധാരണ മനുഷ്യർക്ക് കാണുവാനും മനസ്സിലാക്കുവാനും മനുഷ്യന് പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജമായിട്ട് ഈ മേള മാറുന്നുണ്ടെന്നുള്ളതാണ് ഒരു നിരീക്ഷണം. കേരള ഗവൺമെൻറ്റിൻ്റെ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇതും വളരെയധികം ഗുണം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറയാനുള്ളത്. വ്യവസായ മന്ത്രി P. രാജീവാണ് മേള ഉദ്ഘാടനം നിർവഹിച്ചത്. സി മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.